ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക, അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഒരു പുതുവർഷമാണ്. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ഈ വർഷം തുടങ്ങിയിടുക എന്ന് മനസ്സിൽ ആദ്യം തീരുമാനിക്കണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കേട്ടോ. മറ്റൊരാൾ പറഞ്ഞ് ഇതാക്കണമല്ല ഞാൻ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടോ എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഈ ഹാപ്പി ന്യൂ ഇയറിൽ എനിക്ക് പറയാനുള്ളത്. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക മൈൻഡിൽ. ഓക്കെ, ഞാനിന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കണ്ണാണ്. അത് കളറിംഗ് ആണ്, വാട്ടർ കളറിംഗ് ആണ്, പെൻസിൽ ഡ്രോയിങ് അല്ല. ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ഞാൻ വാട്ടർ കളർ വെച്ച് മാത്രം ഒരു കണ്ണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണത്. വാട്ടർ കളറിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതൊരു പുതിയൊരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി എന്നുള്ള ഒരു ഇത് വരും. ഓക്കെ, ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വേർഡ് ലോൺ എന്നുള്ള വേർഡാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ലോണിനെ കുറിച്ചാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപോലെ പ്ലസ്സും മൈനസും ഉള്ള ഒരു വേർഡാണ് ലോൺ എന്ന് പറഞ്ഞാൽ. നമുക്ക് അതിൻ്റെ പ്ലസ് പോയിൻ്റ് ആദ്യം ഒന്ന് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നത്, നമ്മൾക്ക് ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ് വാങ്ങാൻ ഏറ്റവും കൂടുതൽ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് ലോൺ എന്ന് പറഞ്ഞാൽ. മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാണ്ട് വേറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ലോൺ എടുക്കുന്നത്. ഈ നമ്മൾ ഓരോരോ പർച്ചേസിങ്ങിനാണ് കൂടുതലും ലോൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ പോണത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാശുള്ള ഒരാൾ അല്ലെങ്കിൽ റോൾ ചെയ്യാൻ നല്ലോണം അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ അതിൽ പെട്ടുപോവില്ല. ഈ കെട്ട് ഊരാൻ അറിയുന്ന ഒരു കെട്ട് കെട്ടിയിട്ടാണ് നമുക്ക് ലോൺകാരെ നമ്മുടെ കഴുത്തിലിട്ട് തന്നെ അത് നൈസായിട്ട് ഊരാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് അടയ്ക്കാൻ കഴിവുള്ള ഒരാൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാസീവ് ഇൻകോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലോണില്ലാതെ ജീവിക്കാൻ പറ്റും. അതായത് ഒരു മനുഷ്യൻ്റെ നിന്ന് 10 രൂപ കടം മേടിക്കാതെ നമ്മുടേതായ ഒരു വരുമാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോൺ എടുക്കുന്നത്. അത് മെയിനായിട്ടും മെറ്റീരിയൽ ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ 4 ആൾക്കാരെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ 4 ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നല്ലൊരു പോഷ് വണ്ടി അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര 2 നില വീട്. ശരിക്കും ആക്ച്വലി 2 നില വീടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. 2 നില വീട്, ഒരു നില വീട് വാടകയ്ക്ക് കൊടുക്കാം, അങ്ങനത്തെ മൈൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്നാലും അത് തിരിച്ചടവിന് ഒരു സോഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ കണക്ട് ചെയ്ത് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ലൈഫ് അതിൽ കുടുങ്ങിപ്പോണേണ്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, അത് വാങ്ങിക്കാം ഉള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഇരട്ടി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലോൺ എടുത്ത് വാങ്ങിച്ചിട്ട് അത് പതുക്കെ അടച്ചാലും മതി. ഇപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കുന്നതാണ്. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല. എന്നാൽ നമുക്ക് ഫണ്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ജോലി ചെയ്തിട്ട് അത് വീടാണെന്നും പറഞ്ഞ് നമ്മൾ ലോൺ എടുക്കുന്നത് അത് മിക്കപ്പോഴും ഒരു 80% അത് കുടുക്കിലേക്കേ പോകുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ടൈം വരും നമുക്ക്
അതിലേക്ക് ഇടാൻ പറ്റാതെ അല്ലെങ്കിൽ അതിലേക്ക് EMI അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ 3 മാസം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ വസ്തു നമ്മുടേതല്ല. അത് തിരിച്ച് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് തന്നെ എലിജിബിളായി മാറണത്. നമ്മൾ അടച്ച പൈസയും നമ്മൾ അഡ്വാൻസ് അതിനു വേണ്ടി കൊടുത്ത പൈസയും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണതാണ് അതോടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് ശരിക്കും സൂക്ഷ്മമായി നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ഞാൻ പറയണത്. കാരണം നമ്മൾ അടക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ അത് പിന്നെ നമ്മൾ ക്രൈമിനെ കുറിച്ച് ചിന്തിക്കുകയും. ഇപ്പോൾ നമ്മൾ മിക്ക ക്രൈമുകൾ എടുത്താലും ഒന്നില്ലെങ്കിൽ ഫിനാൻഷ്യലി ഡ്രോപ്പായ ആൾക്കാരായിരിക്കും ഇതിൻ്റെ പുറകിൽ വരുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഡൗണായി പോയോണ്ടായിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത് പോകണം. അങ്ങനെ എത്രയോ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് മെറ്റീരിയൽ നമുക്കിപ്പോൾ ഒരു ഫോൺ വേണം എന്ന് തോന്നുകയാണെങ്കിൽ അത് EMI വഴി എടുക്കുകയാണെങ്കിൽ അത്രയും കാശിന് മുകളിൽ നമ്മുടെ കയ്യിൽ വേണമെന്ന് തന്നെയാണ് ഞാൻ പറയണത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു ലോൺ വെറുതെ കിട്ടില്ല. അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിന് റിട്ടേൺ പേ ചെയ്യണം. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പർച്ചേസ് ചെയ്യണതിൻ്റെ ഇതിൻ്റെ വില എന്താണെന്ന്. നമ്മളിപ്പോൾ 20 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുത്തു. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഒരു 20 വർഷം കൊണ്ട് അടയ്ക്കുന്നത് വേണമെങ്കിൽ 40-40ൻ്റെ അടുത്തുള്ള എമൗണ്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എമൗണ്ട് അടച്ച് EMI അടച്ച് കഴിഞ്ഞ് ടോട്ടൽ ചെയ്യുമ്പോൾ ഉള്ള എമൗണ്ടാണ് നമ്മൾ ആ മെറ്റീരിയലിൻ്റെ യഥാർത്ഥ എമൗണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 20 ലാക്സിന് ലോൺ കിട്ടി, അപ്പോൾ 20 ലാക്സ് അടച്ചാൽ മതി, അങ്ങനെയല്ല. നമ്മൾ ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം നമ്മൾ അടക്കുന്നുണ്ടെന്നുള്ള അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പിക്ചർ കിട്ടും. നമുക്ക് അതിന് എലിജിബിളാണോ, ഇല്ലെങ്കിൽ നമ്മൾ അത്രയും കൊടുക്കുന്നത് അത് ഉപകാരമാണോ എന്നൊക്കെ നമുക്കതുകൊണ്ട് മെച്ചമുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അത് ഹെൽപ്ഫുള്ളാവും എന്നുള്ളതെല്ലാം നമുക്കൊരു പിക്ചർ കിട്ടും. പിന്നെ ഒരു പെയിൻഫുൾ ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുന്നിടത്തോ നമ്മൾക്ക് പൈസ കുറഞ്ഞ് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അതിനും കുറഞ്ഞ ബഡ്ജറ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റും. പക്ഷെ നമ്മളൊരു വീട് പർച്ചേസ് ചെയ്ത് ലോണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 20 വർഷമോ 10 വർഷത്തേക്കോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ പേ ഔട്ട് അടച്ചേ പറ്റൂ. നമ്മുടെ ആ ഒരു ഫ്ലോ ഓഫ് ഇൻകം കുറഞ്ഞു പോയോ ഇല്ലെങ്കിൽ കൂടിയോ അതൊന്നും ലോൺ എടുത്തവർ ബാങ്കിന് അറിയേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി വ്യക്തതയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ബാങ്കുകാരല്ല, ലോൺ തരുന്നവരല്ല നമ്മുടെ എലിജിബിലിറ്റി തീരുമാനിക്കുന്നത്. നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്കത് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയെന്ന്. ചാടിപ്പിടിച്ച് നമ്മൾ കയറി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് തിരിച്ച് അതേപോലെ റിട്ടേൺസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ ഇൻട്രസ്റ്റ് നികത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ബുദ്ധിമുട്ടിലാവണത്. അപ്പോൾ എപ്പോഴും നമുക്ക് എലിജിബിൾ ആണോ എന്ന് നമ്മളത് ശരിക്കും ആലോചിച്ചിട്ട് വേണം ഓരോ മൂവ്മെൻറ്റും ചെയ്യാൻ. എനിക്ക് വേണം. അല്ലാതെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു പേ ഔട്ടോ നമ്മുടെ കയ്യിൽ നല്ലൊരു ഫണ്ടുണ്ട്, അത് അനക്കാതെ തന്നെ നമുക്കൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ലോൺ തരുന്നത് നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയല്ല ഈ ലോൺ തരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കണ്ണുകൊണ്ട് 2 വശങ്ങളും കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ അത് ഫുള്ളായിട്ട് അടച്ചു കഴിഞ്ഞാലുള്ളതും, പിന്നെ രണ്ടാമത് അത് അടച്ചില്ലെങ്കിൽ അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനുണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകളെല്ലാം നമ്മളത് കണ്ടിരിക്കണം നമ്മുടെ കണ്ണുകൊണ്ട് എന്നാണ് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ പറഞ്ഞ വേർഡ് ലോൺ, അത് നമ്മൾ സ്വന്തമായിട്ട് വിലയിരുത്തി വേണം ഓരോരോ മൂവ് ചെയ്യാൻ. ഒരിക്കൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയാൽ പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചു വരവുണ്ടാകും. അതിൽ നിന്നും ഊരാതെ നമുക്ക് വരാൻ പറ്റില്ല. സോ ഈ വർഷം
ആരെങ്കിലുമൊക്കെ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എലിജിബിലിറ്റി അവരൊന്ന് തന്നെ നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ എന്ന് പറയുന്നത്. അതിന് ബാങ്ക് എലിജിബിലിറ്റി നോക്കണ്ട, നമ്മളെ കുറിച്ച് തന്നെ വിലയിരുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹാപ്പി ന്യൂ ഇയർ.